ഹായ് ഹലോ വെൽക്കം ടു അനദർ ലോങ് വീഡിയോ. ദിസ് ഇസ് ലാസ്റ്റ് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ലേസിയാണ്, ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റതൊക്കെ. ഇതിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷനും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഗോ വിത്ത് ദി ഫ്ലോ എന്നൊരു കോൺസെപ്റ്റാണ് സൺഡേസിൽ പൊതുവേ. പിന്നെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുന്നെങ്കിൽ മാത്രം ചിലപ്പോൾ നേരത്തെയൊക്കെ പ്ലാൻ ചെയ്ത് പോകാറുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം ലേറ്റായിട്ടാണ് എഴുന്നേറ്റതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുമൊക്കെ. അപ്പോൾ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ കിച്ചണിലേക്ക് കയറാമെന്ന് കരുതി. സൺഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ആരും എഴുന്നേറ്റിട്ടുമില്ല. അപ്പോൾ പിന്നെ പതുക്കെ കാര്യങ്ങളൊക്കെ ചെയ്താലും മതിയല്ലോ, ധൃതി വെക്കേണ്ട കാര്യമില്ല. അമ്മോന് സ്കൂളിൽ പോകണ്ട, ജോലിക്ക് ഒന്നും പോകുന്നത് തന്നെയാണ് മനഃപൂർവ്വം ലേറ്റ് ആക്കുന്നതാണ് സൺഡേസിൽ. ആദ്യം തന്നെ രാവിലെ ചായ കുടിക്കാതെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിച്ച് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതി. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലഞ്ചിൻ്റെ കാര്യങ്ങളുണ്ട്. സൺഡേസ് പൊതുവേ ആർക്കും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവാറാണ് പതിവ്. അപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നതുമൊക്കെ. ഇന്നിപ്പോൾ മത്തി കിട്ടിയായിരുന്നു, അപ്പോൾ അത് മാങ്ങയിട്ടും കറി വെച്ച് ഇച്ചിരി പൊരിക്കാമെന്നും കരുതി. പിന്നെ നല്ല കേരച്ചൂര കിട്ടിയത് ചേട്ടന് വറുത്തരച്ച് വെക്കണം, അതുകൊണ്ട് പിന്നെ വറുത്തരച്ച് തന്നെ വെക്കാമെന്ന് കരുതി. അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മൂന് നാളെ എക്സാം തുടങ്ങുവാണ്, അപ്പോൾ അമ്മൂനെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ അടുക്കള ജോലിയും നടക്കുന്നുണ്ട്. എക്സാമിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ പറഞ്ഞു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ദിവസം ഇല്ലേനി പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ ഉള്ള സമയത്ത് അതും കൂടിയൊക്കെ സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. എല്ലാ സൺഡേസും ഇങ്ങനെ ആവണം എന്നൊന്നും ഇല്ല കേട്ടോ. ചില സൺഡേസിൽ ഇതിലും കൂടുതൽ കറികളൊക്കെ ഉണ്ടാകാറുണ്ട്. ചില സൺഡേസിൽ ചിലപ്പോൾ ഒന്നും തന്നെ ഉണ്ടാകാറുമില്ല, ചിലപ്പോൾ വീട്ടിലും കാണത്തുമില്ല. അങ്ങനെ ഓരോ സൺഡേസും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഉള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ അധികമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് വൃത്തിയാക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും അമ്മ മീൻകറിക്കുള്ള അരപ്പും സെറ്റാക്കി, വറുത്തരച്ച് വെക്കാനുള്ളതും ഒക്കെ വറുത്ത് അരച്ചൊക്കെ എടുത്തായിരുന്നേ. അങ്ങനെ ഞാനത് അടുപ്പിലോട്ട് വെച്ചിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും മീനെടുത്തിട്ടു. എന്നിട്ട് കരിയാപ്പിലേക്ക് ഇട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അടുത്ത് മീൻ പൊരിക്കാനായിട്ടുള്ളതിനും അങ്ങ് അടുപ്പിലോട്ട് വെച്ചു കേട്ടോ. കപ്പ എനിക്ക് ഇങ്ങനെ ഉടച്ചെടുക്കുന്ന കേട്ടോ ഇഷ്ടം ചോറിന് കഴിക്കാനായിട്ട്. എന്നിട്ട് പിന്നെ ഒരു അവക്കാഡോയും കൂടി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി അങ്ങ് ഷേക്കാക്കാമെന്ന് കരുതി. നല്ല ചൂടല്ലേ, അപ്പോൾ ഇത് കണക്ക് ഷേക്കും ജ്യൂസും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നല്ല ആശ്വാസമാണ്. അങ്ങനെ അതും കൂടി ആക്കി എല്ലാവർക്കും കുടിക്കാനും കൊടുത്തു. ഷേക്ക് കുടിച്ച് ഇച്ചിരി സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിച്ചത്. അങ്ങനെ നല്ലോണം വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. സൺഡേ അല്ലേ, ഉറക്കം മിസ്സാക്കരുതല്ലോ. അങ്ങനെ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇന്ന് അമ്മൂൻ്റെ ഡാൻസ് സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ട്. ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമാണ് അവിടെ, അപ്പോൾ അത് കാണാനായിട്ടൊന്ന് പോകണം. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ അമ്മക്കുട്ടനെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് അവിടെ നിന്ന്. നാളെ എക്സാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ലാസ്റ്റ് സൺഡേ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.